കൊല്ലത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള ഒരു ജില്ലയായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, കടലും കായലും അതുപോലെ മലയും വനവും എല്ലാം ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. കേരളത്തിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള ജില്ലകളിലെ അങ്ങനെ ഉള്ളൂ. അതോടൊപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പ്രത്യേകതകൾ, ഒരുപക്ഷെ കേരളത്തിൽ ഒരു ജില്ലയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്ത ധാരാളം പ്രത്യേകതകളുള്ള സ്ഥലമാണ്. നമ്മുടെ വലത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വിമാനത്താവളം നമ്മുടെ ഈ കാണുന്ന ആശ്രമം മൈതാനമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവോ? വിമാനത്താവളം മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടെ, വിമാനം ഓടിക്കാനായിട്ടുള്ള പൈലറ്റുമാരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടാണ് നമ്മൾ ഈ കാണുന്ന ആശ്രമം മൈതാനം. അതോടൊപ്പം നമ്മൾ ഇടത് സൈഡിലേക്ക് ഇച്ചിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിട്ടീഷ് റെസിഡൻസി കാണാം. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു രൂപകൽപ്പനയായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് നമ്മുടെ ബ്രിട്ടീഷ് റെസിഡൻസി അല്ലെങ്കിൽ ആശ്രമ റെസിഡൻസി എന്ന് പറയുന്ന ആ സ്ഥലം. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലത്തെ ലോക പ്രശസ്തമായ നമ്മുടെ അഷ്ടമുടി കായൽ കാണാം. അങ്ങനെ 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 പറഞ്ഞാൽ തീരാത്ത ധാരാളം പ്രത്യേകതകളുള്ള വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം പ്രത്യേകതകളുള്ള ജില്ലയായിട്ട് നമുക്ക് പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. അതുകൊണ്ടാണല്ലോ പണ്ടാരോ ഇങ്ങനെ പറഞ്ഞത്, കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. ഈ കൊല്ലത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി സേവനം നടത്തുന്ന നമ്മുടെ റോയൽ അക്കാഡമി 100 കണക്കിന് കുട്ടികളെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അയൂബിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം ഒരു അത്ലറ്റാണ്. അതോടൊപ്പം 1000 കണക്കിന് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. 4 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഏകദേശം 200ഓളം കുട്ടികളാണ് ഇന്ന് നടക്കാൻ പോകുന്ന കിഡ്സ് റണ്ണിൽ ഇവിടെ ഭാഗമാകാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായി ചില കലാപരിപാടികളൊക്കെ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇവിടെ ഔദ്യോഗികമായ പരിപാടികളൊന്നും നമ്മൾ ഈ റണ്ണിന് മുൻപില്ല. പ്രസംഗങ്ങളോ ഉദ്ഘാടനങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ഡാൻസ് ടീം ഒന്ന് റെഡി ആയിക്കോളുക. നിങ്ങളുടെ പ്രോഗ്രാം ഉടൻ തുടങ്ങാൻ പോവാണ്. ആ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് ആ ഡാൻസിന്റെ കൂടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡാൻസ് ചെയ്യാം കേട്ടോ. അവര് ഒന്ന് വാമപ്പ് ആയിക്കോട്ടെന്ന് വെച്ചാണ് ആദ്യം ഒരു ഡാൻസ് എന്ന് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ 3 കാറ്റഗറികളിലായിട്ട് നമ്മുടെ റണ്ണ് സ്റ്റാർട്ട് ചെയ്യും. പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 14 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഓട്ടമാണ് ഏറ്റവും ആദ്യം തുടങ്ങുന്നത്. കാരണം ഏറ്റവും കൊച്ചു കുട്ടികളെ ഈ കിഡ്സ് റണ്ണിലേക്ക് റോയൽ അക്കാഡമിയുടെ പേരിൽ കയ്യടിയോടുകൂടി നമ്മുടെ ഹോപ്പ് നോട്ട്സ് ടീമിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം. അടിപൊളിയല്ലേ? ഹോപ്പ് നോട്ട്സിന് ഒരു നല്ല കൈയടി കൊടുത്തേ. ഡോക്ടർ രാമഭദ്രൻ സാറിനെ ആദ്യമായി വേദിയിലേക്ക് വിളിക്കുന്നു. സാറിനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഈ ഡെസിഗ്നേഷൻ ഒക്കെ തന്നെ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ആണോ സാറ്? വേദിയിലേക്ക് വരുന്നു. അവരൊക്കെ ഉണ്ട്. സാറ് വരും. ബാക്കിയുള്ള ആൾക്കാരെ കൂടെ വിളിക്കുകയാണ്, പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ ഫ്ലാഗ് ഓഫിലേക്ക് കടക്കുകയാണ്. കായിക സംഘാടകർ ഇവിടെ സ്റ്റേജിൽ എല്ലാവരുടെയും ഞാൻ പേര് പറയുന്നില്ല. അതുപോലെ നമ്മുടെ സുഹൃത്ത് എക്സൈസിലെ അദ്ദേഹം, പ്രിയമുള്ളവരെ, പിന്നെ നമ്മുടെ അയൂബ് ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിലൂടെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർക്ക് പല മേഖലകളിൽ വിജയിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അയൂബിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചാണ്. ആളിങ്ങനെ സ്റ്റേജിലൊന്നും വന്ന് കയറാറില്ല. പുള്ളി ഓടി ഓടി നടക്കുവാണ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി. നമ്മുടെ വിശിഷ്ടാതിഥികളെയൊക്കെ ഉടൻ തന്നെ നമ്മുടെ ക്ലോസിംഗ് സെറമണിയിൽ വിശദമായി പരിചയപ്പെടുത്തുകയും അവരെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാവാം. ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഒളിമ്പിക്സ് വേദിയിൽ എത്തിയാൽ ഒരുപക്ഷെ ഇന്ന് നടത്തുന്ന ഈ പരിപാടിയുടെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ അത് പൂവണിഞ്ഞു എന്ന് ഞങ്ങൾ ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം സന്തോഷത്തോടുകൂടി ഓർക്കും. അപ്പൊ അങ്ങനെ മികച്ച കായിക താരങ്ങൾ വളർന്നു വരട്ടെ. ലഹരിയെ നമ്മുടെ ഇടയ്ക്ക് നിന്ന് മാറ്റി നിർത്തട്ടെ. നമുക്ക് ആദ്യമായി 13 മുതൽ 17 വയസ്സ് വരെയുള്ള ആൾക്കാരൊന്ന് എണീറ്റിട്ട് നമ്മുടെ ആ ആർച്ചുണ്ട്, ഇതിന് ഫ്ലാഗ് ഓഫ് നടക്കുന്ന അങ്ങോട്ട് എത്തുക. 13 മുതൽ 17 വയസ്സ് വരെയുള്ള നമ്മുടെ കിഡ്സ്.
ഹാപ്പി ആയിട്ട് വേണം നിങ്ങൾ റണ്ണ് തീർക്കാൻ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നമ്മുടെ 3, 2, 1 ഗോ എന്ന് പറയുമ്പോൾ ഓടാവുള്ളൂ കേട്ടോ. ഗോ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ സാറ് രാജു സാർ അവിടുന്ന് ഫ്ലാഗ് വെക്കും. അപ്പോൾ ഓടണം. ഞാൻ പിന്നെയും പറയുവാണ്, ഇവിടുന്ന് ക്രോസ് ചെയ്യുമ്പോൾ മുതൽ ഓക്കെ നമുക്ക് തുടങ്ങാം. ഇതിന് മുമ്പ് പോയി അവർ കുറച്ചുകൂടെ ദൂരം ഒന്ന് പൊക്കോട്ടെ കേട്ടോ. ഉടനെ തന്നെ തുടങ്ങും. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ തുടങ്ങും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ ആശ്രമം മൈതാനം 2.5 കിലോമീറ്റർ ആണ് ചുറ്റി ഇവിടെ തന്നെ വന്നിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഈ ആർച്ചിനകത്ത് വന്നാ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 2, 1 ഗോ. നിരവധി കായിക താരങ്ങളെ സംഭാവന നൽകിക്കൊണ്ട് ചരിത്രത്തിന്റെ